പുതിയ സർക്കാർ അധികാരമേറ്റിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിലും നമ്മൾ ഏതാണ്ട് ഒരു 10 വർഷം പിന്നിലോട്ട് പോയ പോലെ ഒരു തോന്നലുണ്ട്. അതായത് 10 വർഷം മുന്നത്തെ അവസ്ഥയിലോട്ട് നമ്മൾ തിരിച്ചെത്താൻ അധികം സമയമൊന്നും എടുത്തില്ല. അതായത് ഇപ്പൊ ഈ പറയാം, ഒന്നേന്ന് തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി നിയന്ത്രണം തന്നെ ആദ്യം. അതായത് പണ്ടത്തെ നമ്മൾ വേറൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, പഴയ മണ്ണെണ്ണ വിളക്കുകളൊക്കെ നമ്മൾ പൊടി തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞു. കറണ്ട് കെട്ടിലോട്ട് പോകുന്നു. ഈ KSRTC ബസ്സുകളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകുന്നു. കുട്ടികളുടെ ഉച്ചഭക്ഷണം, അതിൽ വലിയൊരു നിയന്ത്രണം വന്നു. അത് കുറേ കാലമായിട്ട്, എനിക്കൊന്ന് 10 വർഷമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ലായിരുന്നു. കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന സമയമായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ. അങ്കണവാടി കുട്ടികളുടെ ഭക്ഷണം വെട്ടിക്കുറച്ചു. ഇങ്ങനെയാണ് ഇപ്പം തുടക്കത്തിലെ ഇത്രയും ഒക്കെ കാര്യങ്ങൾ. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെ മാറ്റം വന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഇരുണ്ട കാലത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? നമ്മൾ തീർച്ചയായിട്ടും, എനിക്ക് തോന്നുന്നു 10 അല്ല, അതിന് മുകളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ എന്നാണ് സംശയം. 10 വർഷത്തിന് പിന്നിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു 10-12 വർഷത്തിന് പിന്നിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. കാരണം 2016 എന്ന് പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതായത് നമ്മുടെ സംസ്ഥാനം 2016 കൂടി ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് പോയി എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ അരിഷ്ടതകളും മാറി നമ്മൾ പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പോയി. നല്ല റോഡുകൾ നമുക്ക് വന്നത് എനിക്ക് തോന്നുന്നു 2016 ശേഷമാണ്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നു, നമ്മുടെ കേരളത്തിൽ റോഡുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നു. അത് ഹൈക്കോടതി നേരിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോൾ അതിന് ഹൈക്കോടതി തന്നെ ചോദിച്ചൊരു ചോദ്യം അതാണ്. അപ്പോൾ ഈ 16 ശേഷം സമൂലമായൊരു മാറ്റം സംഭവിച്ചു. നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ ഏറ്റവും പ്രാഥമികമായി നമ്മൾ കാണുന്ന ഒന്ന് വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ 2 മേഖലയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാ കാലത്തും അങ്ങനെ കൊടുത്തിട്ടുമുണ്ട്. അത് തന്നെയാണ് സംഭവിച്ചത്. നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ അതുവരെ ഉണ്ടായിരുന്ന 2016 വരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അബ്ദുറബ് ആയിരുന്നു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്നത്. പുസ്തകങ്ങൾ കിട്ടാനില്ല, ഓണപരീക്ഷയായിട്ടും കുട്ടികൾക്ക് കയ്യിൽ പുസ്തകമില്ല. പിന്നെ അന്ന് എന്താ പറയുക, ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇതൊക്കെ അന്ന് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇന്നിപ്പോൾ നോക്കിക്കോളൂ, ഇന്ന് നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം വെട്ടിക്കുറയ്ക്കുന്നു. ഉച്ചഭക്ഷണം വീക്കിലി ഒരു ദിവസമെങ്കിലും അവർക്ക് ബിരിയാണി കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ന് ചോറ് മാത്രം കൊടുക്കാൻ വിധിക്കപ്പെട്ടു. കാരണം ഫണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുട്ടികൾക്ക് അംഗനവാടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് പാലും മുട്ടയും കൊടുക്കാൻ പറ്റുന്നില്ല. അത് പോഷകാഹാരത്തിൽ സമൃദ്ധമായ അല്ലെങ്കിൽ സമൃദ്ധമായ ആഹാരം കൊടുക്കാൻ ഇന്ന് കുട്ടികൾക്ക് പറ്റുന്നില്ല. അത് ഏറ്റവും വലിയ ദാരുണാവസ്ഥയല്ലേ? കുഞ്ഞുങ്ങളെ കൃത്യമായി പരിപാലിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഞാൻ കണ്ടിരുന്നു. അതായത് ഈ പറയുന്ന കുട്ടികളുടെ ഭക്ഷണം വെട്ടിക്കുറയ്ക്കുന്ന നേരത്ത് ജയിലിൽ കിടക്കുന്നവരുടെ ഭക്ഷണം വെട്ടിക്കുറച്ചാൽ പോരെയത്. എന്തിനാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ നേരെ ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കാതെ ജയിൽ ഭക്ഷണത്തില്, ജയിലിലല്ലേ ബിരിയാണി, മുട്ടയും ചിക്കനും എല്ലാം കൊടുക്കുന്നത്, അതങ്ങ് വെട്ടിക്കുറച്ചിട്ട് കുട്ടികളുടെ കാര്യത്തിൽ പഴയ പോലെ പോയാൽ പോരെ എന്നുള്ളൊരു ട്രോളാണ് ഞാൻ കണ്ടത്. പക്ഷെ അതിൽ കാര്യമുണ്ടെന്ന് മാത്രമല്ല, അല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഭക്ഷണം ആവശ്യമാണ്. അത് ജയിലിൽ കിടക്കുന്നവരാണെന്ന് അങ്ങനെ വ്യത്യാസം ഈ ഭക്ഷണക്കാര്യത്തിൽ കാണിക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ ഒരു പക്ഷം. കാരണം എല്ലാവരും ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഭക്ഷണമാണ്. എനിക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് ചിന്തിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്ന അവർ കൊടുക്കേണ്ടത്. നമുക്കറിയാം, ശംഖുവിനെ അറിയാം, കരുനാഗപ്പള്ളി സ്വദേശി, അല്ല ഓച്ചിറ സ്വദേശി ശംഖു. ആ ശംഖുവിനെ സംബന്ധിച്ച് ശംഖു എന്താണ് ശരിക്കും, ശംഖു പറഞ്ഞ് ബിരിയാണി വേണം എന്ന് പറയുമ്പോൾ ബിരിയാണി കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ, ഇന്ന് ആ ബിരിയാണി പോയിട്ട് അവർക്ക് കഞ്ഞി കൊടുക്കാൻ പോലും കഴിവില്ല, അല്ലെങ്കിൽ അതിനൊരു ഇച്ഛാശക്തി ഇല്ലാത്ത തരത്തിലേക്ക് നമ്മുടെ സർക്കാർ മാറി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വർഷം പിന്നിലേക്ക് പോയെന്ന് ആലോചിച്ച് നോക്കും. ഇന്ന് ജെൻ ആൽഫയിൽ ജെൻ ആൽഫ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക, കാര്യക്ഷമമായി ഓരോന്നിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞു കുട്ടികൾ പോലും അവർക്ക് എന്താഹാരം വേണം എന്നുള്ളത് സ്വയം ചിന്തിക്കാനും ആ ആഹാരം വേണമെന്ന് ഒരാളോട് മുഖത്ത് നോക്കി പറയാനും കഴിവുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ മാറി. ആ കുഞ്ഞുങ്ങൾക്ക് പോലും ആഹാരം കിട്ടുന്നില്ല. അത് കുട്ടികൾക്കിടയിലുള്ള ഒരു ആഹാര പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലേക്കും വിദ്യാഭ്യാസ മേഖല നേരിടാൻ പോകുന്ന ഒരു വലിയ തകർച്ചയുടെ തുടക്കമായി നമുക്കിതിനെ കാണാം. മറ്റൊരു വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ വൈദ്യുത വകുപ്പാണ്.
വൈദ്യുതി വകുപ്പ് 2016 വരെയുള്ള 16 ശേഷം ഇങ്ങോട്ട് 16 വരെ നമ്മൾ ഇരുണ്ട യുഗത്തിൽ തന്നെയാണ് ജീവിച്ചത്. മണിക്കൂറുകളോളമാണ് നമുക്കിപ്പോൾ അപ്രഖ്യാപിതവും പ്രഖ്യാപിതവുമായ കറണ്ട് കെട്ടുള്ളത്. ഭാഗികമായി വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു കാലത്ത് കുട്ടികൾക്കൊന്നും കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത, നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കേട്ടുകേഴ്വി ഇല്ലാത്ത ഒരു സാധനമായിരുന്നു പവർ കട്ട്. ഈ പവർ കട്ട് നമുക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് കറണ്ട് ഇവിടെ ഇല്ല, കറണ്ട് ക്ഷാമം, 40% പോലും വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഇതിന് മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ വൈദ്യുതി കരാർ 25 വർഷത്തേക്ക് എടുത്ത ഒരു ഗുജറാത്ത് മെട്രോ ആയിട്ട് ചേർന്നിട്ട് എടുത്ത ഒരു വൈദ്യുതി കരാർ ഉണ്ടായിരുന്നു. ആ വൈദ്യുതി കരാർ എം മണി നിർത്തലാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ എം മണി നിർത്തലാക്കിയതല്ല, ശരിക്കും റെഗുലേറ്ററി അതോറിറ്റിയാണ് പിന്നെ ആ കരാർ നിർത്തലാക്കിയത്. ആ കരാറിനകത്ത് വ്യാപകമായ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എന്നിട്ട് ഈ കരാറ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ശ്രമിച്ചപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞു റെഗുലേറ്ററി കമ്മീഷൻ തന്നെ. അപ്പം അത് പിന്നെ പുതുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ പുതിയ കരാറിലേക്ക് സർക്കാരിന് പോകേണ്ടി വന്നു. അപ്പോൾ സർക്കാർ എന്ത് ചെയ്തു? വൈദ്യുതി വിതരണത്തിൽ ഒരു മുടക്കവും വരാതെ കാലം ഇത്രയും കൊണ്ടു നടന്നു നമ്മളെ. നമുക്ക് വൈദ്യുതി മുടങ്ങിയിട്ടേ ഇല്ല. അത് എൽനീനോ പ്രതിഭാസം അത് ഇതാന്നൊക്കെ സണ്ണി വക്കീൽ പറഞ്ഞിരുന്നാലും ശരി, കാര്യം ശരിയാ. പക്ഷെ സംസ്ഥാന സർക്കാർ അങ്ങനെയുള്ള ഇതിനു മുമ്പ് ഇതിനേക്കാൾ വരൾച്ച ഉണ്ടായിരുന്ന ഒരു വർഷക്കാലം ഉണ്ടായിരുന്നു നമുക്ക്. എല്ലാ വർഷവും ഇല്ല, ഇത് കഴിഞ്ഞ അതിന് മുമ്പൊക്കെ നമുക്ക് ഇതിനെക്കാട്ട് വരൾച്ച നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വൈദ്യുതി ഉണ്ടായിരുന്നല്ലോ. അന്നേരം വൈദ്യുതി നിങ്ങൾക്ക് മുടങ്ങുമെന്ന് ആരെയും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി. എപ്പോഴും നമ്മൾ ഇച്ഛാശക്തി എന്ന് പറയുന്ന വാക്കാണ്. KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. KSRTCക്ക് ഇന്ന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതുണ്ട്, പിന്നെ എന്താ പറയുക, ബസ്സുകൾ നമുക്ക് ധാരാളമായി ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രീമിയം ബസ്സുകളുണ്ട്, അതുകൂടെ സ്ലീപ്പർ ക്ലാസ് ബസ്സുകൾ എല്ലാം വളരെ സൗകര്യപ്രദമായി നമ്മുടെ KSRTC ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ KSRTC അതായത് കൃത്യമായി അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളും എല്ലാമായിട്ടും പൊയ്ക്കൊണ്ടിരുന്ന KSRTC ഒരു സുപ്രഭാതത്തിൽ കിടക്കുന്നു, എല്ലാം കൂടെ തവിട് പൊടിയാവുന്ന അവസ്ഥ. സർവീസുകൾ മുടങ്ങുന്നു, ഷെഡ്യൂളുകൾ പലതും പിന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലേക്ക് വരുന്നു. ഇപ്പം ഈ അവസ്ഥയിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഒരു കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നടപ്പിലാക്കി. KSRTC ബസ്സുകളിൽ പൂർണ്ണമായ സൗജന്യം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയതോടുകൂടി, അതായത് ഇപ്പം സ്ത്രീകളോട് പറയുകയാണ് നിങ്ങൾക്ക് പൂർണ്ണമായും ഞങ്ങൾ സൗജന്യം തരുന്നു എന്ന് പറഞ്ഞാൽ നാളെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 200-300 രൂപ കൊടുത്തിട്ട് യാത്ര ചെയ്യേണ്ട ഒരു ടിക്കറ്റ് ഫ്രീ ആയിരിക്കും. എറണാകുളം വരെ ഫ്രീ ടിക്കറ്റിൽ ഒരു സ്ത്രീ യാത്ര ചെയ്യും. അങ്ങനെ ഒരു 10 പേര് കയറി കഴിഞ്ഞാൽ എത്ര രൂപ നഷ്ടമാണ്? 300 രൂപ. എനിക്ക് എൻ്റെ കണക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എത്ര രൂപയാണെന്നുള്ള. 300 രൂപ കൂട്ടിക്കോളൂ. ഒരു 10 സ്ത്രീകൾ യാത്ര ചെയ്താൽ 3000 രൂപയുടെ നഷ്ടമാണ്. 3000 രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കണക്ക് വെച്ചിട്ട് ഏകദേശം 30 ലിറ്റർ ഡീസലിനുള്ള തുക സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ KSRTCക്ക് നഷ്ടം വരുന്നു. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കാൻ. ഇപ്പം അതോടൊപ്പം തന്നെ ഒരു 60 കിലോമീറ്ററൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന, 60 അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്റർ പ്രതിദിനം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഡിനറി ബസ്സിനെ സംബന്ധിച്ചിടത്തോളം 200 കിലോമീറ്റർ ഓടണമെങ്കിൽ എത്ര ലിറ്റർ ഡീസൽ വേണം? അത്രയും ഡീസലിൻ്റെ പൈസ നഷ്ടമാണ് ഒരു KSRTC സംബന്ധിച്ച്. ആ സമയത്തുണ്ടാകുന്ന വണ്ടിയുടെ വെയർ ആൻഡ് ടയർ അതെന്ത് ചെയ്യും? ഇതെല്ലാം നഷ്ടമാണ്. അപ്പോൾ KSRTC എന്ന് പറയുന്നതിന് ഇപ്പോൾ ഏതാനും നാളുകൾക്കകത്ത് എനിക്ക് തോന്നുന്നു ഈ 5 വർഷമൊന്നും KSRTC ഇനിയും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും, സർവീസുകൾ പലതും മുടക്കേണ്ടി വരും. ഇനി ഈ പറയുന്ന പോലെ ലീസിന്, വെറ്റ് ലീസ് എന്ന് പറഞ്ഞുള്ള പദ്ധതി പ്രകാരം വണ്ടി എടുക്കാൻ പോവാണ് പ്രൈവറ്റ് ബസ്സുകൾ. അവരെത്ര രൂപയ്ക്കായിരിക്കും ഇത് കൊടുക്കുന്നതെന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ പതുക്കെ പണ്ട് പിന്നെ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ പോലെ പതുക്കെ ഇത് ഒരു സ്വാഭാവിക മരണത്തിലേക്ക് പോകും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതാണ് പറഞ്ഞ ഒരു 10 വർഷത്തിന് അപ്പുറത്തേക്ക് നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിയോളൂ, എല്ലാ മേഖലയും നമ്മൾ സമസ്ത മേഖലകളും എടുത്ത് പറയും. ഏറ്റവും അടുത്താണ് ആരോഗ്യ മേഖല. നമ്മളിപ്പോൾ എങ്ങനെയാണ്, നമുക്ക് പിന്നെ ഷിഗല്ല വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, നമുക്ക് രോഗങ്ങൾ ഒഴിഞ്ഞൊരു സമയമില്ല. അത് മഴക്കാലജന്യ രോഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ഇവിടെ? ഇതിനെ കൃത്യമായി മുന്നോട്ട് ഇപ്പം തിരുവനന്തപുരത്ത് കരുണാകരൻ്റെ പേര് മെഡിക്കൽ കോളേജ് വരുന്നു എന്ന് പറയുന്നു. നല്ലത് തന്നെ മെഡിക്കൽ കോളേജ് വരുന്നത്, തെറ്റൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പോലെ ഒരു മെഡിക്കൽ കോളേജിലാകട്ടെ, ഏത് മെഡിക്കൽ കോളേജ് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും രോഗിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അനുപാതം കൃത്യമല്ല, പലയിടത്തും കുറവാണ്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ 6000 രോഗിക്ക് അങ്ങോട്ട് ആകെയുള്ളത് 1000 താഴെ 1200 മറ്റോ ആണ്. പിന്നെ അവിടുത്തെ എനിക്ക് തോന്നുന്നു അതിൻ്റെ കണക്ക് കൃത്യമായിട്ടില്ല, അല്ലെങ്കിൽ പോലും 1000-1500 ഇടയ്ക്കാണ് അവിടുത്തെ നഴ്സുമാരുടെ എണ്ണം. രോഗികളുടെ എണ്ണം ആലോചിച്ച് നോക്കിയുള്ളൂ, എത്ര രോഗികളാണ് അവിടെ കിടക്കുന്നത്. ആ രോഗികൾക്കെല്ലാം കൂടെ ആകെയുള്ള പിന്നെ നഴ്സുമാരുടെ എണ്ണം അത്രയേ ഉള്ളൂ. ഈ നഴ്സുമാർ തന്നെ ഇപ്പം നമ്മൾ പറയുമ്പോൾ 1000 നഴ്സുമാരുണ്ടെന്ന് വെച്ചു. ഈ 1000 നഴ്സുമാരും ഒറ്റ ഷിഫ്റ്റിലാണോ വരുന്നത്? അല്ല, ഇതിൻ്റെ നേരെ പകുതിയോ അല്ലെങ്കിൽ 3/1 ആയിട്ടാണ് വരുന്നത്.
മിക്കവാറും 3 ഷിഫ്റ്റ് ആയിരിക്കുമല്ലോ, വെളുപ്പാങ്കാലം മുതൽ ഉച്ചവരെ, അല്ലെങ്കിൽ ജനറൽ ഷിഫ്റ്റ്, പിന്നെ വേറൊരു ഷിഫ്റ്റ്, ഇങ്ങനെ 3 ഷിഫ്റ്റ് ആയിരിക്കുമല്ലോ. 3 ഷിഫ്റ്റുകളിലായിട്ട് വരേണ്ട പിന്നെ ഇവരുടെ എണ്ണമാണ് 1600 എന്ന് പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം പകുതിയല്ല, 1/3 വെച്ച് മാത്രം ഓരോ ഷിഫ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പിന്നെ തൊഴിലാളികളുടെ അല്ലെങ്കിൽ എത്രത്തോളം നഴ്സുമാരുടെ ഒഴിവുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെങ്ങനെ ഇത് മാനേജ് ചെയ്യും? ഈ പേഷ്യൻസിനെ ഇവരെങ്ങനെ മാനേജ് ചെയ്യും? ഡോക്ടർമാരുടെ എണ്ണം കുറവ്, ആരെങ്കിലും ഒരാൾ സ്ഥലം മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒഴിവ് നേർത്ത ഇട്ടേക്കുക. ഇതെല്ലാം മെഡിക്കൽ കോളേജിലുള്ള പൊതു പ്രശ്നമാണെന്നേ. ബിൽഡിങ്ങുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാതിരിക്കുക, അതിനൊരു കൃത്യമായൊരു ഫോർമാറ്റ് ഇല്ലാതിരിക്കുക. ഇതൊക്കെ നമുക്ക് ഈ വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികളാണ്. ആരോഗ്യ മേഖല, വൈദ്യുതി മേഖല, വിദ്യാഭ്യാസ മേഖല, ഇതെല്ലാം താറുമാറാകുന്നതിൻ്റെ തുടക്കമാണ്. പൊതുമരാമത്ത് നോക്കിക്കോളൂ, റോഡുകൾ, എവിടെയൊക്കെ റോഡുകൾ ഇനിയിപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ എന്താ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത്? ബഷീർ സാഹിബ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളമാണ്, മഴ പെയ്താൽ കുഴി ഉണ്ടാവും റോഡിൽ എന്നാ പറഞ്ഞത്. ഇത് കേരളമാണ്, മഴ ഉണ്ടാവും, മഴ ഉണ്ടായ കുഴി ഉണ്ടാവും. ഇത് ബഷീർ സാഹിബ് നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ്. ഇങ്ങനെ ഇതൊരു എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പ്രതിപക്ഷ അല്ലെങ്കിൽ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മഴ ഉണ്ടെങ്കിൽ എപ്പോഴും കേരളത്തിൽ കുഴി ഉണ്ടാവും എന്ന് പറയുന്നത്? ആ കുഴി ഇല്ലാതെ കേരളത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പം എന്ന് വെച്ചാൽ എന്താ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ കുഴി അടക്കൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. മഴ പെയ്തോ അവിടെ കുഴി ഉണ്ടാവും, ഇത് കേരളമാണ് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ സർക്കാർ അനുവദിച്ച ഫണ്ട് കൊടുക്കുന്നില്ല. ഫണ്ടിൽ ഏകദേശം 1000 ജില്ലാനും കോടിയോളം രൂപയിൽ കുറവ് വരുത്തുന്നു. ഫണ്ട് കൊടുക്കുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, എങ്കിലേ അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. അതിനൊരു മന്ത്രിയുണ്ട്, കെ എം ഷാജി എന്ന് പറയുന്ന ഒരു മന്ത്രി ഇരിക്കുന്നു. അപ്പോൾ കെ എം ഷാജി എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിട്ട് കൂടി ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് യഥാക്രമം അവരുടെ പദ്ധതി നടത്തിപ്പിന് ആവശ്യമായ ഫണ്ട് കൊടുക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ നമ്മൾ എത്ര വർഷം പിറകിലേക്കാണ് പോകേണ്ടത്? ഇവിടെ ബജറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ അറിയാം, കേരളത്തിൽ ഓരോ പദ്ധതിക്ക് നീക്കി വെക്കേണ്ടിയിരുന്ന ബജറ്റ് വിഹിതത്തിൽ എത്രയോ കുറവാണ് വെക്കുന്നത്. ഒരു പദ്ധതിക്ക് വെക്കേണ്ടതിനേക്കാൾ എത്രയോ കുറവാണ് അനുവദിക്കുന്ന തുക. ഇത് സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. എന്നിട്ട് കടം നികത്താൻ വേണ്ടി ഞങ്ങൾ എന്തോ ചെയ്യും. ഇപ്പം ഈ PSCയിലെ കുട്ടികൾ അവർ സമരം തുടങ്ങിയിരിക്കുകയല്ലേ, മണ്ണ് വാരി തിന്നുകൊണ്ട് സമരം ചെയ്യുന്നൊരവസ്ഥ. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും ഒട്ടും അതിശയോക്തി കലർന്നിട്ട് പറയുന്ന കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി നടക്കുന്ന പ്രതിസന്ധികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്തെ വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു 10 വർഷത്തിനപ്പുറത്തേക്ക്, നമ്മൾ 2016-ലോ 2015-ലോ ഒക്കെ എത്തി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായാലും നമുക്കതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം.